പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബൈബിൾ ഇൻ എ ഇയർ. ഒരു വർഷം കൊണ്ട് വിശുദ്ധ ബൈബിൾ വായിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഈ ദൈവവചന വായനാ പദ്ധതി നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അസെൻഷൻ. ഞാൻ ഡാനിയലച്ചൻ. വചന വായനയിലൂടെ ദൈവസ്വരം ശ്രവിക്കാനും ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ നമ്മുടെ ജീവിതത്തെ നോക്കിക്കാണാനും ബൈബിളിലൂടെ മനോഹരമായൊരു യാത്രയ്ക്ക് നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ്. വിശുദ്ധ വേദപുസ്തകത്തിലെ 73 പുസ്തകങ്ങളിലായി പരന്നു കിടക്കുന്ന മനുഷ്യരക്ഷയുടെ മഹാസംഭവം ഒറ്റ പ്രമേയമായി വായിക്കുന്നതിന് ദ ഗ്രേറ്റ് അഡ്വഞ്ചർ ബൈബിൾ ടൈംലൈൻ എന്ന റീഡിംഗ് പ്ലാനാണ് നാം ഉപയോഗിക്കുന്നത്. BIYindia.com/മലയാളം എന്ന ലിങ്കിൽ നിന്ന് റീഡിംഗ് പ്ലാൻ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഇന്ന് ദിവസം 140. ഇന്നത്തെ വചനപാരായണത്തിൻ്റെ ഭാഗങ്ങൾ 2 സാമുവേൽ അധ്യായം 22, 1 ദിനവൃത്താന്തം അധ്യായം 27, സങ്കീർത്തനങ്ങൾ 41. ഞാൻ വായിക്കുന്നത് POC മലയാളം ബൈബിളിൻ്റെ പരിഷ്കരിച്ച വിവർത്തനത്തിൽ നിന്നാണ്. വചനം വായിച്ചു തുടങ്ങാം. വചനം വായിക്കുമ്പോൾ വചനം നമ്മെ വായിക്കുന്നു. 2 സാമുവേൽ അധ്യായം 22. ദാവീദിൻ്റെ വിജയകീർത്തനം. കർത്താവ് ദാവീദിനെ അവൻ്റെ സകല ശത്രുക്കളുടെയും പിടിയിൽ നിന്നും സാവൂളിൻ്റെ പിടിയിൽ നിന്നും വിമോചിപ്പിച്ച ദിവസം അവൻ കർത്താവിനോട് ഈ ഗീതത്തിലെ വചനങ്ങൾ മൊഴിഞ്ഞു. അവൻ പറഞ്ഞു: കർത്താവാണ് എൻ്റെ ശിലയും എൻ്റെ ദുർഗവും എനിക്കുള്ള വിടുതലും. ഞാൻ അഭയം തേടുന്നവനായ എൻ്റെ പാറയായ ദൈവവും എൻ്റെ പരിചയും എൻ്റെ രക്ഷയുടെ കൊമ്പും എൻ്റെ കോട്ടയും എൻ്റെ പലായന സ്ഥാനവും എൻ്റെ രക്ഷകനും. അങ്ങനെ അക്രമത്തിൽ നിന്ന് രക്ഷിക്കുന്നു. സ്തുത്യനായ കർത്താവിനെ ഞാൻ വിളിച്ചപേക്ഷിച്ചു. എൻ്റെ ശത്രുക്കളിൽ നിന്ന് ഞാൻ രക്ഷിക്കപ്പെട്ടു. മൃത്യു തരംഗങ്ങൾ എന്നെ വലയം ചെയ്തു. വിനാശത്തിൻ്റെ പ്രവാഹങ്ങൾ എന്നെ കീഴ്പ്പെടുത്തി. പാതാളപാശങ്ങൾ എന്നെ ചുറ്റി. മരണക്കുരുക്കുകൾ എന്നെ നേരിട്ടു. എൻ്റെ കഷ്ടതയിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു. എൻ്റെ ദൈവത്തോട് ഞാൻ വിളിച്ചപേക്ഷിച്ചു. തൻ്റെ ആലയത്തിൽ നിന്ന് അവിടുന്ന് എൻ്റെ സ്വരം കേട്ടു. എൻ്റെ നിലവിളി അവിടുത്തെ കാതുകളിലുണ്ട്. ഭൂമി കുലുങ്ങി വിറച്ചു. ആകാശങ്ങളുടെ അടിസ്ഥാനങ്ങൾ ക്ഷോഭിച്ചു. അവിടുത്തേക്ക് കോപമുണ്ടായതിനാൽ അവ കുലുങ്ങി. അവിടുത്തെ നാസികയിലൂടെ പുകയുയർന്നു. അവിടുത്തെ വായിൽ നിന്ന് അഗ്നി കത്തിപ്പടർന്നു. അവിടുന്നിൽ നിന്ന് കനലുകൾ ആളിക്കത്തി. ആകാശങ്ങൾ ചായിച്ചവിടുന്ന് ഇറങ്ങി വന്നു. അവിടുത്തെ കാലുകൾക്ക് കീഴെ കാർമേഘമായിരുന്നു. കെരൂബിന്മേൽ സവാരി ചെയ്ത് അവിടുന്ന് പറന്നു. കാറ്റിൻ്റെ ചിറകുകളിൽ അവിടുന്ന് പ്രത്യക്ഷനായി. അവിടുന്ന് തനിക്ക് ചുറ്റും അന്ധകാരപ്പന്തലുകൾ ചമച്ചു. ജലസമാഹാരമായ വാനമേഘങ്ങൾ. അവിടുത്തെ മുമ്പിലെ തേജസ്സിൽ നിന്ന് തീക്കനലുകൾ ജ്വലിച്ചു. കർത്താവ് ആകാശങ്ങളിൽ നിന്ന് ഇടിമുഴക്കി. അത്യുന്നതൻ തൻ്റെ ശബ്ദം പുറപ്പെടുവിച്ചു. അവിടുന്ന് മിന്നൽ പിണർ അമ്പുകളായി അയച്ച് അവരെ ചിതറിച്ചു, അവരെ പായിച്ചു. കർത്താവിൻ്റെ ശാസനത്താൽ, അവിടുത്തെ നാസികയുടെ ഉച്ഛ്വാസവായുവാൽ സമുദ്രത്തിൻ്റെ ഉൾച്ചാലുകൾ ദൃശ്യമായി. ഉലകാടിത്തറകൾ അനാവൃതമായി. ഉന്നതത്തിൽ നിന്ന് കൈനീട്ടി അവിടുന്ന് എന്നെ എടുത്തു. പെരുവെള്ളത്തിൽ നിന്ന് അവിടുന്ന് എന്നെ പൊക്കിയെടുത്തു. എൻ്റെ ബലിഷ്ഠ ശത്രുവിൽ നിന്നും എൻ്റെ വിദ്വേഷകരിൽ നിന്നും അവിടുന്ന് എന്നെ മോചിപ്പിച്ചു. എന്തെന്നാൽ അവർ എന്നെക്കാൾ ശക്തരായിരുന്നു. എൻ്റെ ദുർദിനത്തിൽ അവരെന്നെ എതിരിട്ടു. എന്നാൽ കർത്താവ് എനിക്ക് ആലംബമായിരുന്നു. അവിടുന്ന് എന്നെ വിശാല സ്ഥലത്തേക്ക് ആനയിച്ചു. എന്നിൽ പ്രസാദിച്ചതിനാൽ എന്നെ വിമോചിപ്പിച്ചു. എൻ്റെ നീതിക്കൊത്ത വിധം കർത്താവ് എനിക്ക് പ്രതിഫലം നൽകി. എൻ്റെ കൈകളുടെ നിർമ്മലതയ്ക്ക് ചേർന്ന വിധം എനിക്ക് തിരികെ തന്നു. എന്തെന്നാൽ കർത്താവിൻ്റെ വഴികൾ ഞാൻ കാത്തു സൂക്ഷിച്ചു. എൻ്റെ ദൈവത്തിൽ നിന്ന് ഞാൻ തിന്മ ചെയ്തകന്നില്ല. എന്തെന്നാൽ അവിടുത്തെ സകല ന്യായവിധിയും എൻ്റെ മുമ്പിലുണ്ടായിരുന്നു. അവിടുത്തെ ചട്ടങ്ങളിൽ നിന്ന് ഞാൻ വ്യതിചലിച്ചില്ല. അവിടുത്തേക്ക് ഞാൻ തികവുറ്റവനായിരുന്നു. എൻ്റെ കുറ്റത്തിൽ നിന്ന് ഞാൻ എന്നെ തന്നെ സൂക്ഷിച്ചു. എൻ്റെ നീതിക്കൊത്ത് അവിടുത്തെ കൺമുമ്പിൽ എൻ്റെ നിഷ്കളങ്കതയ്ക്കൊത്ത് കർത്താവ് എനിക്ക് തിരികെ തന്നു. കാരുണികനോട് അങ്ങ് കാരുണ്യം കാട്ടുന്നു. തികവുറ്റ വീരനോട് അങ്ങ് തികവോടെ പെരുമാറുന്നു. പവിത്രനോട് അങ്ങ് പവിത്രത പുലർത്തുന്നു. വക്രബുദ്ധിയോട് അങ്ങ് കുശാഗ്രബുദ്ധി കാട്ടുന്നു. വിനീത ജനത്തെ അങ്ങ് രക്ഷിക്കുന്നു. ഗർവിഷ്ഠർക്കെതിരെ അങ്ങയുടെ നയനങ്ങൾ താഴ്ത്തുന്നു. കർത്താവെ, അങ്ങ് തീർച്ചയായും എൻ്റെ ദീപമാണ്. കർത്താവിൻ്റെ അന്ധകാരം ദീപ്തമാക്കുന്നു. തീർച്ചയായും അങ്ങ് വഴി ഞാൻ സൈന്യനിര ഭേദിക്കും. എൻ്റെ ദൈവം വഴി ഞാൻ കോട്ട ചാടിക്കിടക്കും. സ്വന്തം വഴി പരിപൂർണമായവനാണ് ദൈവം. കർത്താവിൻ്റെ ഉദീരണം പുടഭാഗം ചെയ്യപ്പെട്ടതും. തന്നിൽ ആശ്രയിക്കുന്ന എല്ലാവർക്കും അവിടുന്ന് പരിചയമാണ്. കർത്താവ് ഒഴികെ ഉറപ്പായി ഏത് ദൈവമുണ്ട്? നമ്മുടെ ദൈവം ഒഴികെ ശില ഏതാണുള്ളത്? ദൈവമാണ് എൻ്റെ സുശക്ത ദുർഗം. എൻ്റെ മാർഗം അവിടുന്ന് തികവോടെ നയിക്കുന്നു. അവിടുന്ന് എൻ്റെ കാലുകളെ മാൻപേടകൾക്ക് സമം ക്രമവൽക്കരിച്ചു. എൻ്റെ ഉന്നതഗിരികളിൽ എന്നെ നിർത്തി.
എൻ്റെ കൈകളെ അവിടുന്ന് യുദ്ധത്തിനായി പരിശീലിപ്പിച്ചു. എൻ്റെ കരങ്ങളെ അവിടുന്ന് പിച്ചള വില്ല് കുലയ്ക്കാനിടയാക്കി. അങ്ങയുടെ രക്ഷയുടെ പരിച അങ്ങെനിക്ക് നൽകിയിരിക്കുന്നു. അങ്ങയുടെ ദീനദയാലുത്വം എന്നെ അഭിവൃദ്ധിപ്പെടുത്തി. എൻ്റെ ചുവടടി അങ്ങ് വിശാലമാക്കി. എൻ്റെ കണങ്കാലുകൾ വഴുതിയതുമില്ല. എൻ്റെ ശത്രുക്കളെ ഞാൻ പിന്തുടർന്ന് നശിപ്പിച്ചു. അവരെ സംഹരിക്കുവോളം ഞാൻ പിൻവാങ്ങിയില്ല. ഞാൻ അവരെ സംഹരിച്ചു. എഴുന്നേൽക്കാനാവാത്ത വിധം അവരെ ഞാൻ തകർത്തു. അവർ എൻ്റെ കാൽക്കീഴിൽ നിബദിച്ചു. യുദ്ധത്തിനായി അങ്ങനെ ശക്തി അണിയിച്ചു. എൻ്റെ പ്രതിയോഗികളെ എനിക്ക് കീഴിൽ മുട്ടുകുത്തിച്ചു. എൻ്റെ ശത്രുക്കളുടെ പിടലി അങ്ങെനിക്ക് തന്നു. എന്നെ വെറുക്കുന്നവരായതിനാൽ അവരെ ഞാൻ നശിപ്പിച്ചു. അവർ ചുറ്റും നോക്കി, എന്നാൽ രക്ഷകനില്ലായിരുന്നു. കർത്താവിൻ്റെ നേർക്കും, എന്നാൽ അവിടുന്ന് അവർക്ക് ഉത്തരമേകിയില്ല. നിലത്തെ പൂഴി പോലെ ഞാൻ അവരെ പൊടിച്ചു. തെരുവുകളിലെ ചെളി പോലെ അവരെ ചവിട്ടിക്കുഴച്ചു. എൻ്റെ ജനത്തിൻ്റെ കലഹങ്ങളിൽ നിന്ന് അങ്ങനെ മോചിപ്പിച്ചു. ജനതകളുടെ തലവനായി അങ്ങനെ പരിപാലിച്ചു. എനിക്ക് അപരിചിതമായ ജനം എന്നെ സേവിച്ചു. വിദേശീയർ എന്നോട് അതിവിനയം കാട്ടി. കർണശ്രുതി മാത്രയിൽ അവർ എന്നെ അനുസരിച്ചു. വിദേശീയർക്ക് ധൈര്യമറ്റു. തങ്ങളുടെ കോട്ടകളിൽ നിന്ന് അവർ കിട്ടുകിട്ടി. കർത്താവ് ജീവിക്കുന്നു. എൻ്റെ ശില വാഴ്ത്തപ്പെടട്ടെ. എൻ്റെ രക്ഷയുടെ ശിലയായ ദൈവം ഉത്തുംഗനായിരിക്കട്ടെ. എനിക്ക് വേണ്ടി പകരം വീട്ടുന്ന ദൈവം ജനങ്ങളെ എൻ്റെ കീഴിലേക്കാക്കുന്നവനും എൻ്റെ ശത്രുക്കളിൽ നിന്ന് എന്നെ പുറത്തെത്തിക്കുന്നവനുമാണ്. എൻ്റെ പ്രതിയോഗികളിൽ നിന്ന് അങ്ങനെ ഉയർത്തി, അക്രമികളിൽ നിന്ന് അങ്ങനെ വിമോചിപ്പിച്ചു. ആകയാൽ കർത്താവേ, ജനതകളുടെ മധ്യേ ഞാൻ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കും. അങ്ങയുടെ നാമത്തിന് ഞാൻ കീർത്തനമാലപിക്കും. തൻ്റെ രാജാവിൻ്റെ വിജയങ്ങൾ അവിടുന്ന് മഹത്വമുറ്റതാക്കുന്നു. തൻ്റെ അഭിഷിക്തനോട് അവിടുന്ന് കരുണ കാണിക്കുന്നു. ദാവീദിനോടും അവൻ്റെ സന്തതിയോടും എന്നേക്കും. 1 ദിനവൃത്താന്തം അധ്യായം 27. സേനാനായകന്മാർ. രാജാവിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി മാസാമാസം തവണകളായി വർഷത്തിലെ ഓരോ മാസവും വന്നുപോയിരുന്ന ഇസ്രായേല്യരുടെ പിതൃതലവന്മാരും സഹസ്രാധിപന്മാരും ശതാധിപന്മാരുമായവരുടെ എണ്ണം ഓരോ ഗണവും 24,000 പേർ. ആദ്യ മാസത്തിനായുള്ള 1-ാം ഗണത്തിൻ്റെ മേൽ സബ്ദിയേലിൻ്റെ പുത്രൻ യശോബെയാം ആയിരുന്നു. അവൻ്റെ ഗണത്തിൽ 24,000 പേരുണ്ടായിരുന്നു. ഫേരസ്യരിൽ നിന്ന് ഒരുവനായിരുന്നു ആദ്യ മാസത്തിനായുള്ള സൈന്യ നേതാക്കന്മാർക്കെല്ലാം തലവൻ. അഹോഹ്യനായ ദോദായിരുന്നു 2-ാം മാസത്തെ ഗണത്തിൻ്റെ മേൽ. അവൻ്റെ ഗണത്തിൻ്റെ പ്രമാണി മിക്ലോത്തായിരുന്നു. അവൻ്റെ ഗണത്തിൽ 24,000 പേരുണ്ടായിരുന്നു. 3-ാം മാസത്തിനുള്ള 3-ാം സൈന്യത്തിൻ്റെ അധിപൻ മുഖ്യപുരോഹിതനായ യഹോയാദായുടെ പുത്രൻ ബനായ ആയിരുന്നു. അവൻ്റെ ഗണത്തിൽ 24,000 പേരുണ്ടായിരുന്നു. ഇവനാണ് 30 പേരിൽ ശക്തനും 30 പേരുടെ നായകനുമായ ബനായ. അവൻ്റെ പുത്രൻ അമിസാബാദിൻ്റെ ചുമതലയിലായിരുന്നു അവൻ്റെ ഗണം. 4-ാമത്തേത്. 4-ാം മാസത്തിന് യോവാബിൻ്റെ സഹോദരൻ അസഹേലായിരുന്നു. അവന് പിറകെ അവൻ്റെ പുത്രൻ സെബാദിയായും. അവൻ്റെ ഗണത്തിൽ 24,000 പേരുണ്ടായിരുന്നു. 5-ാമത്തേത്. 5-ാം മാസത്തിനുള്ള അധിപൻ ഇസ്രാഹ്യനായ ഷംഹുത്തായിരുന്നു. അവൻ്റെ ഗണത്തിൽ 24,000 പേരുണ്ടായിരുന്നു. 6-ാമത്തേത്. 6-ാം മാസത്തിന് തെക്കോവുകാരനായ ഇക്കേഷിൻ്റെ പുത്രൻ ഈറായായിരുന്നു. അവൻ്റെ ഗണത്തിൽ 24,000 പേരുണ്ടായിരുന്നു. 7-ാമത്തേത്. 7-ാം മാസത്തിന് എഫ്രൈമ്യരിൽ നിന്നുള്ള പെലോൻകാരനായ ഹേലസായിരുന്നു. അവൻ്റെ ഗണത്തിൽ 24,000 പേരുണ്ടായിരുന്നു. 8-ാമത്തേത്. 8-ാം മാസത്തിന് സെറഹ്യനായ കുഷാത്തുകാരൻ സിബേഖായായിരുന്നു. അവൻ്റെ ഗണത്തിൽ 24,000 പേരുണ്ടായിരുന്നു. 9-ാമത്തേത്. 9-ാം മാസത്തിന് ബെഞ്ചമീനായ അനത്തോത്തിലെ അബിയേസറായിരുന്നു. അവൻ്റെ ഗണത്തിൽ 24,000 പേരുണ്ടായിരുന്നു. 10-ാമത്തേത്. 10-ാം മാസത്തിന് നെത്തോഫാത്തുകാരനായ സെറഹ്യൻ മഹറായിയായിരുന്നു. അവൻ്റെ ഗണത്തിൽ 24,000 പേരുണ്ടായിരുന്നു. 11-ാമത്തേത്. 11-ാം മാസത്തിന് എഫ്രൈമിനായ പിറത്തോൻകാരൻ ബനായ ആയിരുന്നു. അവൻ്റെ ഗണത്തിൽ 24,000 പേരുണ്ടായിരുന്നു. 12-ാമത്തേത്. 12-ാം മാസത്തിന് നെത്തോഫാത്തുകാരനായ ഒത്നിയേലിയൻ ഹെൽദായി ആയിരുന്നു. അവൻ്റെ ഗണത്തിൽ 24,000 പേരുണ്ടായിരുന്നു. ഗോത്ര നേതാക്കന്മാർ. ഇസ്രായേൽ ഗോത്രങ്ങളുടെ മേൽ റൂബന് നേതാവായി സിക്രിയുടെ പുത്രൻ എലിയേസർ. ശിമയോന് മാഹായുടെ പുത്രൻ ഷെഫാത്തിയ. ലേവിക്ക് കെമുവേലിൻ്റെ പുത്രൻ ഹഷാബിയ. അഹറോന് സാദോക്ക്. യൂദായ്ക്ക് ദാവീദിൻ്റെ സഹോദരിൽ നിന്ന് ഏലിഹു. ഇസാക്കാറിന് മിഹായേലിൻ്റെ പുത്രൻ ഒമ്രി. സെബുലൂണിന് ഒബാദിയായുടെ പുത്രൻ ഇഷ്മായിയ. നഫ്താലിക്ക് അസിയേലിൻ്റെ പുത്രൻ യറേമോത്ത്. എഫ്രൈമ്യർക്ക് അസാസിയായുടെ പുത്രൻ ഹോഷയ. മനാസായുടെ ഗോത്രപാതിക്ക് പെദായായുടെ പുത്രൻ ജോയേൽ.
ഗിലെയാദിലുള്ള മനാസയുടെ ഗോത്രപാതിക്ക് സഖറിയായുടെ പുത്രൻ ഇദ്ദോ, ബെഞ്ചമിന് അബ്നേറിൻ്റെ പുത്രൻ യാസിയേൽ, ദാനിന് യെറോഹാമിൻ്റെ പുത്രൻ അസറേൽ. ഇവരാണ് ഇസ്രായേൽ ഗോത്രങ്ങളുടെ നേതാക്കന്മാർ. ദാവീദ് 20 വയസ്സും താഴോട്ടുമുള്ളവരുടെ എണ്ണമെടുത്തില്ല, കാരണം ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ ഇസ്രായേലിനെ വർദ്ധിപ്പിക്കുമെന്ന് കർത്താവ് അരുളി ചെയ്തിട്ടുണ്ടായിരുന്നു. സെരൂയയുടെ പുത്രൻ യോവാബ് കണക്കെടുക്കുന്നത് ആരംഭിച്ചെങ്കിലും പൂർത്തിയാക്കിയില്ല. ഇങ്ങനെയായിരുന്നിട്ടും ഇസ്രായേലിന് മേൽ ക്രോധമുണ്ടായി. ജനസംഖ്യാക്കണക്ക് ദാവീദ് രാജാവിൻ്റെ ദിനവൃത്താന്ത കണക്കിൽ കയറിയിട്ടില്ല. മേൽനോട്ടക്കാർ. രാജഭണ്ഡാരങ്ങളുടെ മേൽനോട്ടം അദീയേലിൻ്റെ പുത്രൻ അസ്മാവത്തിനായിരുന്നു. പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും വയലുകളിലും ഗോപുരങ്ങളിലുമുള്ള സംഭരണശാലകളുടെ മേൽനോട്ടം ഉസിയായിയുടെ പുത്രൻ ജോനാഥനായിരുന്നു. കെലൂവിൻ്റെ പുത്രൻ യെസ്രിയായിക്കായിരുന്നു പാടത്തെ ജോലി, അതായത് നിലത്തെ പണി ചെയ്യുന്നവരുടെ മേൽനോട്ടം. മുന്തിരിത്തോട്ടങ്ങളുടെ മേൽനോട്ടം റാമാത്തുകാരനായ ഷിമെയിക്കും. ഷിഫ്മുകാരനായ സബ്ദിക്കായിരുന്നു മുന്തിരിത്തോട്ടങ്ങളിലുള്ള വീഞ്ഞറകളുടെ മേൽനോട്ടം. ഷഫേല താഴ്വരയിലെ ഒലിവുകളുടെയും സിക്കമൂറുകളുടെയും മേൽനോട്ടം ഗേദർക്കാരൻ ബാൽഹനായിരുന്നു. ഒലിവെണ്ണ സംഭരണശാലകളുടെ മേൽനോട്ടം യോവാഷിനായിരുന്നു. ഷാരോനിൽ മേയുന്ന കന്നുകാലികളുടെ മേൽനോട്ടം ഷാരോൻകാരൻ ഷിർത്തായിക്കായിരുന്നു. താഴ്വരകളിലെ കന്നുകാലികളുടെ മേൽനോട്ടം അദ്ലായിയുടെ മകൻ ഷാഫാത്തിനും. ഇസ്മായേലുകാരൻ ഒബീലിനായിരുന്നു ഒട്ടകങ്ങളുടെ മേൽനോട്ടം. പെൺകഴുതകളുടെ മേൽനോട്ടം മൊറോണോത്തുകാരനായ യഹ്ദേയിയായിക്കും. ആട്ടിൻപറ്റത്തിൻ്റെ മേൽനോട്ടം ഹഗ്രിക്കാരൻ യസീസിനായിരുന്നു. ഇവരെല്ലാമായിരുന്നു ദാവീദ് രാജാവിനുണ്ടായിരുന്ന സമ്പത്തിൻ്റെ ചുമതലക്കാർ. ദാവീദിൻ്റെ അമ്മാവനായ ജോനാഥാൻ പണ്ഡിതനായ ഉപദേഷ്ടാവായിരുന്നു. അവനായിരുന്നു കാര്യദർശിയും. ഹക്മോനിയുടെ പുത്രൻ യഹിയേൽ രാജകുമാരന്മാരുടെ തോഴനായിരുന്നു. അഹിത്തോഫൽ രാജാവിൻ്റെ ഉപദേഷ്ടാവായിരുന്നു. അർഖ്യനായ ഹുഷായി രാജാവിൻ്റെ മിത്രമായിരുന്നു. അഹിത്തോഫലിന് ശേഷം ബെനായായുടെ പുത്രൻ യഹോയാദയും അബിയാഥറുമായിരുന്നു ഉപദേഷ്ടാക്കൾ. യോവാബായിരുന്നു സേനാനായകൻ. സങ്കീർത്തനങ്ങൾ 41. ദീനദയാലുത്വവും ദീർഘായുസ്സും. ഗായക നേതാവിന് ദാവീദിൻ്റെ കീർത്തനം. ദരിദ്രനോട് പരിഗണനയുള്ളവൻ അനുഗ്രഹീതൻ, കഷ്ടതയുടെ നാളിൽ അവനെ കർത്താവ് രക്ഷിക്കും. കർത്താവ് അവനെ കാക്കുകയും ദീർഘായുസ്സുള്ളവനാക്കുകയും ഭൂമിയിൽ അനുഗ്രഹീതനാക്കുകയും ചെയ്യും. അവിടുന്ന് അവനെ ശത്രുക്കളുടെ ആർത്തിക്ക് വിട്ടുകൊടുക്കുകയില്ല. കർത്താവ് അവന് രോഗശയ്യയിൽ ശക്തി പകരും. രോഗാവസ്ഥയിലുള്ള അവൻ്റെ കിടപ്പെല്ലാം അങ്ങ് മാറ്റിക്കൊടുക്കും. ഞാൻ പറഞ്ഞു, കർത്താവേ, എന്നിൽ കനിയണമേ, എൻ്റെ ആത്മാവിനെ സുഖപ്പെടുത്തണമേ. എന്തെന്നാൽ ഞാൻ അങ്ങേക്കെതിരായി പാപം ചെയ്തു. എൻ്റെ ശത്രുക്കൾ എന്നെക്കുറിച്ച് തിന്മ പറയുന്നു. അവൻ മരിക്കുന്നതും അവൻ്റെ നാമം നശിക്കുന്നതും എപ്പോൾ? എന്നെ കാണാൻ വരികയാണെങ്കിൽ അവൻ്റെ ഹൃദയം വ്യാജം സംസാരിക്കുന്നു. അവൻ ദോഷം സ്വരൂപിച്ച് പുറത്തുപോയി പ്രസംഗിക്കുന്നു. എന്നെ വെറുക്കുന്നവരെല്ലാം ഒന്നടങ്കം എനിക്കെതിരെ പിറുവിറുക്കുന്നു. എനിക്ക് തിന്മയായത് അവർ എനിക്കെതിരെ നിരൂപിക്കുന്നു. മാരകമായതെന്തോ അവനെ പിടികൂടിയിരിക്കുന്നു. അവൻ കിടന്നുപോയി, ഇനി എഴുന്നേൽക്കുകയില്ല. ഞാൻ ആശ്രയിച്ചവനും എൻ്റെ അപ്പം ഭക്ഷിച്ചവനുമായ എൻ്റെ സമാധാനഭാജനം പോലും എനിക്കെതിരെ കുതികാലുയർത്തിയിരിക്കുന്നു. കർത്താവായ അങ്ങ് എന്നിൽ കനിഞ്ഞെന്നെ എഴുന്നേൽപ്പിക്കണമേ. ഞാൻ അവരോട് പകരം ചോദിക്കട്ടെ. എൻ്റെ ശത്രു എൻ്റെ മേൽ വിജയം നേടാത്തതുകൊണ്ട് അങ്ങ് എന്നിൽ പ്രസാദിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. ഞാൻ നിഷ്കളങ്കനായതിനാൽ അങ്ങ് എന്നെ താങ്ങുകയും എന്നേക്കുമായി അങ്ങയുടെ സന്നിധിയിൽ നിലനിർത്തുകയും ചെയ്തു. ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് എന്നേക്കും വാഴ്ത്തപ്പെടട്ടെ. ആമേൻ, ആമേൻ. പ്രിയമുള്ളവരെ, നമ്മുടെ വചന വായനയിൽ അടുത്ത 2 ദിവസങ്ങൾ കൊണ്ട് നമ്മൾ സാമുവേലിൻ്റെ 2-ാം പുസ്തകവും 1 ദിനവൃത്താന്തവും അവസാനിപ്പിക്കും. ദാവീദിൽ നിന്ന് സോളമനിലേക്ക് നമ്മുടെ വചന വായന പുരോഗമിക്കുകയും ചെയ്യും. ഇന്ന് നാം വായിച്ച വചനഭാഗത്ത് ദാവീദ് തൻ്റെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുകയാണ്. പിന്നിട്ട വഴികളിൽ ദൈവം തന്നെ കയ്യിലെടുത്ത് നടന്ന കാലങ്ങളെ അയാൾ ഓർമ്മിച്ചെടുക്കുന്നു. ഓർമ്മകൾ ഉണ്ടായിരിക്കണം എന്ന് കേട്ടിട്ടില്ലേ? ഓർമ്മകൾ മരിക്കുന്നിടത്ത് മനുഷ്യനിലെ നന്മകൾ മരിക്കുകയാണ്. ആരായിരുന്നു ദാവീദിന് ദൈവം? അയാൾ ഈ പാടുന്ന സങ്കീർത്തനത്തിൽ ദൈവത്തെക്കുറിച്ച് അയാൾ കണ്ട ബോധ്യവും നിർവചനവുമുണ്ട്. ദൈവത്തിന് അദ്ദേഹം നൽകിയ 1-ാമത്തെ വിശേഷണം ഉന്നതമായ പാറ, ഓടിക്കയറുമ്പോൾ അഭയം തരുന്ന ഉറപ്പുള്ള പാറ. ദൈവത്തിന് അദ്ദേഹം നൽകുന്ന 2-ാമത്തെ വിശേഷണം അഭയവും സംരക്ഷണവും നൽകുന്ന ദുർഗം അഥവാ കോട്ട. 3-ാമത് ദൈവത്തെക്കുറിച്ച് ദാവീദിനുണ്ടായിരുന്ന അറിവ്, ഈ സങ്കീർത്തനത്തിലൂടെ പകരപ്പെടുന്ന അറിവ് അവിടുന്ന് വിമോചകനാണ് എന്നതാണ്. ഉന്നതമായ പാറയും അഭയം തരുന്ന കോട്ടയും വിമോചകനുമായ എൻ്റെ ദൈവം.
ദൈവത്തെക്കുറിച്ചുള്ള ശരിയായ അറിവാണ് ഒരു മനുഷ്യാത്മാവിനെ വിജയത്തിലും വിമോചനത്തിലും എത്തിക്കുന്ന സുപ്രധാനമായ ഘടകം. ദൈവത്തെക്കുറിച്ച് ഈ അറിവ് ലഭിച്ച ദാവീദ് ഉച്ചത്തിൽ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുകയാണ്. സ്വന്തം ശക്തിയിൽ ആശ്രയിച്ചില്ല. സഹായത്തിനായി എപ്പോഴും നിലവിളിച്ചു. കൊടിയ പാപത്തിൻ്റെ കാലത്തും ജീവിതത്തിൽ ഒരുപാട് അബദ്ധങ്ങൾ സംഭവിച്ചപ്പോഴും എപ്പോഴും അയാൾ ഉച്ചത്തിൽ ദൈവത്തെ വിളിച്ചപേക്ഷിച്ചു. അതുകൊണ്ട് ദൈവം ഒരിക്കലും അയാളെ കൈവിട്ട് കളഞ്ഞുമില്ല. ദാവീദ് ചൊല്ലുന്ന ഈ സങ്കീർത്തനം 18-ാം സങ്കീർത്തനത്തിന് സമാനമാണ്. അന്ധകാരത്തിൽ ദൈവമേ, അങ്ങ് എൻ്റെ ദീപം തെളിക്കുന്നു. അങ്ങയുടെ സഹായത്താൽ ഞാൻ ഉയർന്ന കോട്ടകൾ ചാടിക്കടക്കുന്നു. ജീവിതത്തിലെ സന്തോഷത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും ആധാരം, ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന അന്ധകാരത്തിൽ നിന്ന് മോചനം പ്രാപിക്കാൻ സഹായിക്കുന്ന ദീപം ദാവീദിന് ദൈവം മാത്രമായിരുന്നു. വല്ലാത്ത ഒരുപാട് ദുരിതങ്ങളിലും ഇടർച്ചകളിലും പാപങ്ങളിലും മുഖം കുത്തി വീണുപോയ ഏത് സാധാരണ മനുഷ്യൻ്റെയും പ്രതീകമായി തന്നെ അവതരിപ്പിക്കാൻ കഴിയുന്ന ഈ ദാവീദ് എന്ന ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവൻ ദൈവത്തിൽ കണ്ടെത്തിയ ആശ്രയബോധത്തിൻ്റെയും ദൈവത്തെക്കുറിച്ച് ഹൃദയത്തിൽ സൂക്ഷിച്ച ആരാധനാ മനോഭാവത്തിൻ്റെയും ദൈവം അല്ലെങ്കിൽ യഹോവ എന്ന വാക്ക് കേൾക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഉയർന്നു വന്ന ആനന്ദാരവത്തിൻ്റെയും ബഹിർസ്ഫുരണങ്ങളാണ് ഈ സങ്കീർത്തന വാക്യങ്ങളിലൂടെ വെളിപ്പെട്ടു വരുന്നത്. നാം വായിച്ച 41-ാം സങ്കീർത്തനം രോഗാവസ്ഥയിൽ ചൊല്ലാവുന്ന മനോഹരമായ ഒരു പ്രാർത്ഥനയാണ്. ദരിദ്രനോട് ദയ കാണിക്കുന്നവൻ്റെ ഭാഗ്യം വിവരിച്ചുകൊണ്ടാണ് അത് ആരംഭിക്കുന്നത്. രോഗാവസ്ഥയിൽ മനുഷ്യർ തന്നോട് വ്യാജം സംസാരിക്കുന്നതിൻ്റെയും ആത്മമിത്രങ്ങൾ പോലും കൈവിട്ട് കളഞ്ഞതിൻ്റെയും തൻ്റെ മരണം ആഗ്രഹിക്കുന്നവരുടെ വ്യാജമായ സംഭാഷണത്തിൻ്റെയും തിക്താനുഭവങ്ങൾ ഓർമ്മിച്ചെടുത്തുകൊണ്ട് ഈ രോഗക്കിടക്കയിൽ നിന്ന് എന്നെ കൈപിടിച്ചുയർത്തി സൗഖ്യം നൽകാൻ അങ്ങേക്ക് കഴിയുമെന്നുള്ള ഒരാത്മാവിൻ്റെ വിശ്വാസവും പ്രത്യാശയും യാചനയും നിലവിളിയുമാണ് 41-ാം സങ്കീർത്തനം. നല്ല കർത്താവെ, ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. വചനവായന 140-ാമത്തെ ദിവസത്തിലേക്ക് എത്തുമ്പോൾ ഇത് അങ്ങയുടെ കരുണ കൊണ്ട് മാത്രമാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു. കർത്താവെ, ദാവീദിന് ചുറ്റും ദാവീദിൻ്റെ സേനാനായകന്മാരായും ദാവീദിൻ്റെ സമ്പത്തിൻ്റെ കാവൽക്കാരായുമൊക്കെ അവിടുന്ന് നിർത്തിയ മനുഷ്യരെല്ലാം കാണിച്ച വിശ്വസ്തതയുടെ ആകത്തുകയായിരുന്നു ദാവീദിൻ്റെ വിജയം. ഒരു വശത്ത് ദൈവം കാണിച്ച കരുണ വെളിപ്പെട്ടത് കൂടെ നിന്ന വിശ്വസ്തരായ മനുഷ്യരിലൂടെയായിരുന്നു. കർത്താവെ, ജീവിതത്തിൽ അങ്ങ് ഞങ്ങൾക്ക് നൽകിയ കൂട്ടുകാരെ ഓർത്ത്, ബന്ധങ്ങളെ ഓർത്ത്, പ്രിയപ്പെട്ടവരെ ഓർത്ത്, ഏത് ആപത്ഘട്ടത്തിലും വിട്ടുപിരിയാതെ കൂടെ നിന്ന സ്നേഹത്തിൻ്റെ നീട്ടിപ്പിടിച്ച കരങ്ങളെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുകയാണ്. പലപ്പോഴും അവരുടെ നന്മ മുഴുവനായി കാണാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. കർത്താവെ, ഇന്ന് പ്രാർത്ഥിക്കുന്നു, ഞങ്ങളുടെ ആത്മമിത്രങ്ങളെ, ഞങ്ങളുടെ സഹചാരികളെ, ഞങ്ങളുടെ കുടുംബത്തിലും കൂടെയുമുള്ളവരെ കുറെ കൂടി സ്നേഹത്തോടെ കാണാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ എന്ന്. ജീവിതത്തിൻ്റെ ഏതിരുട്ടിലും അങ്ങേ ഉച്ചത്തിൽ നിലവിളിച്ചപേക്ഷിക്കാനും അങ്ങയെക്കുറിച്ചുള്ള ശരിയായ അറിവ് ഹൃദയത്തിൽ സൂക്ഷിക്കാനും ഞങ്ങളെ സഹായിക്കണമേ എന്നും കർത്താവെ, ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഈ വചനവായനയിൽ പങ്കെടുത്ത ഈ സഹോദരനെയും സഹോദരിയെയും ഇവരുടെ കുടുംബത്തെയും ജീവിത സാഹചര്യങ്ങളെയും സമ്പൂർണ്ണമായി അങ്ങ് ആശീർവദിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ഇവരുടെ ദിവസം ഇന്ന് അവിടുന്ന് അനുഗ്രഹമാക്കി മാറ്റണമേ. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. ആമേൻ. പ്രിയ സഹോദര സഹോദരി, വചനവായനയിൽ നിങ്ങൾ കാണിക്കുന്ന ഉത്കർഷത്തിനും ആത്മാർത്ഥതയ്ക്കും താല്പര്യത്തിനും അച്ചടക്കത്തിനും മടുപ്പില്ലാതെ വചനവായനയിൽ നിങ്ങൾ പുരോഗമിക്കുന്നതിനും ഞാൻ നിങ്ങളെ അഭിനന്ദിക്കുന്നു. എവിടെയെങ്കിലും വെച്ച് നിങ്ങൾക്കൊരു ദിവസം മുടങ്ങിപ്പോയെങ്കിൽ ആ ദിവസം വീണ്ടും കൂടുതൽ തീക്ഷ്ണതയോടെ ആരംഭിച്ച് മുന്നോട്ട് പോകാൻ ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയും ചെയ്യുന്നു. എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നോട് കാണിക്കുന്ന സ്നേഹത്തിനും ആത്മാർത്ഥതയ്ക്കും എനിക്ക് വേണ്ടി നൽകുന്ന പ്രാർത്ഥനകൾക്ക് ഞാൻ നിങ്ങളെ നന്ദിയോടെ ദൈവസന്നിധിയിൽ ഓർക്കുകയും ചെയ്യുന്നു. അനുഗ്രഹത്തിൻ്റെ ഒരു ദിവസം കൂടി ദൈവം തന്നതിന് നന്ദി പറയാം. നിങ്ങളെ പ്രിയപ്പെട്ടവരോട്, സുഹൃത്തുക്കളോട്, ബന്ധുക്കളോട് ഈ വചനവായനയെ പരിചയപ്പെടുത്താൻ മറക്കരുതേ എന്നും ഞാൻ അപേക്ഷിക്കുന്നു. നാളെ വീണ്ടും ഈ വചനസ്വരവുമായി നിങ്ങളുടെ അടുത്തേക്ക് എത്തും വരെ ഞാൻ ഡാനിയേൽ അച്ഛനാണ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. അതുവരെ നിങ്ങൾ സ്നേഹിക്കുക, പ്രാർത്ഥിക്കുക, ഈശോയെ പങ്കുവെക്കുക. നല്ല ദിവസം നിങ്ങൾക്കുണ്ടാവട്ടെ. ദൈവമായ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.